Hallelujah, hallelujah. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് നമുക്ക് കൃപയുടെ സുവിശേഷം എന്നുള്ള ഒരു ദുരുപദേശം സാർവത്രികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രോസ്പെരിറ്റി തിയോളജി വളരെ വിപുലമായി വളരുന്ന ഒരു സാഹചര്യമാണല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ കൃപയുടെ സുവിശേഷം എല്ലാം കൃപയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദൈവത്തിന്റെ മഹാകരുണയും കൃപയും എന്നുള്ള നിലയിൽ സുവിശേഷ ഘോഷണങ്ങൾ നടത്തുന്ന ഒത്തിരി ആളുകളെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവജനമേ, വഞ്ചിക്കപ്പെടരുതേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാന നാളിൽ കള്ളപ്രവാചകന്മാർ പലരും വരും എന്ന് തിരുവചനത്തിൽ അസന്നിഗ്ധമായി പറയുന്നുണ്ടല്ലോ. വിശേഷാൽ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. നമുക്ക് ആ വിഷയം അല്പമായി പിന്നീട് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എല്ലാം കൃപയാണ്. അതുകൊണ്ട് നമുക്കൊരു റോള് വിനിയിലെല്ലാം കൃപ 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 എന്ന് പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട പല നേതാക്കന്മാരും ഇപ്പോൾ പല ഭാഗങ്ങളിലും വിലസുന്നൊരു സമയമാണെന്ന് നമുക്കറിയാമല്ലോ. അതിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ദൈവജനം ശ്രദ്ധയുള്ളവരായിരിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അപ്പസ്തോല പ്രവൃത്തികളിലെ 2-ാം അധ്യായത്തിൽ അല്പമായി വിശദമായി ചിന്തിച്ച വിഷയമാണ്. എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ടു ചോദിക്കാൻ, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അപ്പസ്തോലൻ മറ്റ് അപ്പസ്തോലന്മാരുടെ കൂടെ എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു ഭാഗം അതിന്റെ 36-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് പത്രോസ് അതിന്റെ മറുപടി പറയുന്നത് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി വിശദമായി എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ആ ഭാഗം വ്യക്തമായി വായിച്ച് ഗ്രഹിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട വിഷയങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. വിശേഷാൽ ഇന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായി സംഭവിക്കുന്നത് വേർപാട് വേണ്ട, വിശുദ്ധി വേണ്ട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പറ്റം ജനം എഴുന്നേറ്റിട്ടുണ്ട്. എന്താണ് വേർപാട്, എന്താണ് വിശുദ്ധി, അതൊക്കെ നമ്മുടെ മുൻലക്കങ്ങളിൽ അല്പം ആഴമായി പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 12-ാം വാക്യം വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ആ വാക്യം ദൈവജനം ശ്രദ്ധിച്ചു നോക്കി. കൃപയാന്ന് പറഞ്ഞ് ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ നടക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ലേഖനമല്ലേ. അവരൊക്കെ രക്ഷിക്കപ്പെട്ടതാണ്. പിന്നെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ദൈവം ചിന്തിച്ചു നോക്കി. അതിലെന്തോ മർമ്മമില്ലേ? അപ്പൊ രക്ഷ നമുക്ക് കിട്ടിയോ? രക്ഷിക്കപ്പെട്ടോ നാം? എന്താണ് ഇതിന്റെ അർത്ഥം? അത് ദൈവജനം അല്പം ആഴമായി ചിന്തിക്കൂ.
രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി കൈ കെട്ടിയിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാസ്തവത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശിശു ആയി ജനിച്ചതേ ഉള്ളൂ, വീണ്ടും ജനിച്ചതേ ഉള്ളൂ, ദൈവ പൈതലായി, ദൈവത്തിന്റെ മകനായി മകളായി ജനിച്ചതേ ഉള്ളൂ. പിന്നെ മായമില്ലാത്ത പാല് കുടിച്ച് ദൈനംദിനം വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്. അങ്ങനെ വളർന്ന് തലയോളം വളർന്നാലാണ് നമുക്ക് നമ്മൾ ഈ ദൈവം വാഗ്ദത്തം ചെയ്യുന്ന നന്മകൾ അനുഭവിക്കാൻ പറ്റും. നിത്യതയുടെ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് അനിവാര്യമാണ്. നമ്മൾ ഫിലിപ്പ് ലേഖനം 3:7 വാക്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാം. അവിടെ പൗലോസ് പറയുന്നത് എന്താ? എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എന്താ അർത്ഥവത്തായ വാക്യമെന്ന് നോക്കൂ ദൈവമക്കളെ. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ, പദം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അപ്പൊ അതൊന്ന് നോക്കിയേ. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. മനസ്സിലായോ? ഇവിടെ ഭയങ്കരമായൊരു മർമ്മമാണിത് പറയുന്നത്. നമ്മളെ രക്ഷിക്കപ്പെട്ടു, ഇനി അനങ്ങാതെ ഇരുന്നാൽ മതി, ഇനി ഡാൻസ് ചെയ്ത് തുള്ളിച്ചാടി നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന മൗഢ്യമായ ആ ധാരണകൾ തിരുത്താൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന്റെ ഈ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് യേശുക്രിസ്തുവിനെ വിശ്വാസ ജനത്തെ ഏറ്റവും കൂടുതൽ ക്ലേശിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്ത പൗലോസിനെ ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്താൽ പിടിച്ച് മാനസാന്തരത്തിലേക്ക് നയിച്ച് 3-ാം സ്വർഗത്തോളം ദർശനം പ്രാപിച്ച് ആ 3-ാം സ്വർഗത്തിൽ വരെ ദർശനത്തിലെത്തിയ, അനേക ദർശനങ്ങൾ നേരിട്ട് ലഭിച്ച അത്യത്ഭുതവാനായ പൗലോസ് എന്ന അപ്പോസ്തലൻ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. എനിക്ക് കിട്ടിയെന്നല്ല, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഉണ്ടോ. അപ്പൊ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളൊക്കെ ലഭിച്ചോ, അത് ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രത്യാശയാണ് ദൈവമക്കളെ നമ്മളെ വളരേണ്ടത്. പൗലോസ് പറയുന്ന വാക്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, വളരെ സിമ്പിളാണ്. അതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത വണ്ണം വളരെ സ്പഷ്ടമാണ് അവിടെ. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ ദൈവജനമാം 16-ാം വാക്യം വരെ വായിച്ച് ധ്യാനിച്ച ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ആ ഭാഗം തൽക്കാലം ഇവിടെ വിടുകയാണ്. തുടർന്ന് നമുക്ക് പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് പദം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പൊ അതിപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണോ അതോ രക്ഷ വരുന്നേ ഉള്ളൂ?
ആ പദം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്യം വായിക്കാൻ ശരണപ്പെട്ടത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയമാലിന്യം വാട്ടമെന്നവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. തുറന്നു പറയുകയാണ് 6-ാം വാക്യത്തിൽ, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കും. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കണ്ടോ, അവിടെയും നമ്മൾ കാണുന്നത് അത് ഭാവി പ്രത്യാശയാണ്. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെടുന്ന രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ പറയുമ്പോൾ അത് ദൈവജനമേ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി കൈ കെട്ടിയിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ വിവരക്കേടാണ്. കൃപയാണ്, എല്ലാം കൃപ കൊണ്ടെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. നമ്മള് വീണ്ടും ജനിച്ചതേ ഉള്ളൂ. ആ പദം തിരിച്ചറിയണം. വീണ്ടും ജനനം എന്താണെന്നും രക്ഷ എന്താണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവ പൈതലിന് ആത്മീയമായി മുന്നേറാൻ കഴിയുകയുള്ളൂ. നമ്മള് യേശുക്രിസ്തുവിന്റെ എന്നേക്കുമുള്ള ഏകബലിയിൽ വിശ്വസിക്കുകയും അതിൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് നമ്മുടെ എല്ലാ അതുവരെയുള്ള ഓർമ്മ വെച്ച നാളുമുള്ള സകല ലംഘനങ്ങളും അകൃത്യങ്ങളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ക്രമീകരണം വരുത്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ശേഷം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാം വീണ്ടും ജനിച്ചു. അതാണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വഴി നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. വെള്ളത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത് മാത്രമാണ് വീണ്ടും ജനനം നടക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയോ? ഒരു സംശയവും വേണ്ട കാര്യത്തില്. വെറുതെ രക്ഷിക്കപ്പെട്ട് റോമർ 10:9-10 വാക്യം പറഞ്ഞേച്ചും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പൈശാചിക തട്ടിപ്പാണ്, മനുഷ്യനെ കബളിപ്പിക്കലാണ്. കർത്താവായ യേശുക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്നത് മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന. രക്ഷിക്കപ്പെട്ടു എന്നല്ല, രക്ഷിക്കപ്പെടും. അത്ര ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ജനിച്ചു. പിന്നെ അവൻ പയ്യെ വളർന്ന് അവനോ വളർന്ന് ക്രിസ്തു നിലയോളം വളർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ദൈവം ഉദ്ദേശിച്ച അളവിലുള്ള അനുഭവങ്ങൾക്ക് നാം യോഗ്യരാകുകയുള്ളൂ. അതുകൊണ്ട് വഞ്ചിക്കപ്പെടുന്ന ദൈവമക്കളെ, പത്രോസിന്റെ 1-ാം ലേഖനം തുടർന്നുള്ള വാക്യങ്ങൾ ദൈവം വായിക്കുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുപോലെ 13-ാം വാക്യത്തിൽ നമ്മൾ നോക്കിക്കേ. അതിൻ്റെ 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണത പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. കൃപ വന്നു കഴിഞ്ഞത്, കൃപ കിട്ടിക്കഴിഞ്ഞു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കർത്താവുമായി അടുത്ത ആഴമായ ബന്ധമുള്ള പത്രോസ് അപ്പോസ്തലനാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യങ്ങൾക്കൊക്കെ വളരെ ഗൗരവമായി കാണേണ്ട അർത്ഥമുണ്ട്. വെറുതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടന്നിട്ടൊന്നും കാര്യമില്ല. ദൈവമക്കളെ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും, അവസാനം തള്ളപ്പെടും. കർത്താവ് ഇതിനെ പറഞ്ഞ വാക്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്തുവാ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ അവര് പറയില്ലേ, ഞാൻ വീര്യപ്രവൃത്തികളിൽ നിന്റെ നാമത്തിൽ നിങ്ങൾ പലതും ചെയ്തു എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കപ്പെട്ടു എന്നോ സ്നാനപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചു എന്നോ ഞാൻ ഒത്തിരി കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വിശേഷവും ഇല്ലെന്നാ കർത്താവ് പറയുന്നേ.
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ, ക്രിസ്തു എന്ന തലയോളം ആത്മാവിൽ വളർന്നാൽ മാത്രമാണ് നമ്മുടെ ഭാവി പ്രത്യാശയുടെ അനന്തമായ അളവറ്റ അനുഭവങ്ങൾ നമുക്ക് കരഗതമാകുകയുള്ളൂ. ആ 1-ാം അധ്യായത്തിൽ തന്നെ ലേഖനത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകും. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി, ആ പദവും ശ്രദ്ധിക്കണമേ, നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ആ പദവും ഗൗരവമായി കാണേണ്ടതല്ലേ? കണ്ടോ, ഉറ്റു സ്നേഹിപ്പാൻ. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നിത്യത കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കൃപയാ കൃപയാ കൃപയാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടന്നാൽ ദൈവമക്കളെ നമ്മൾ വഞ്ചിക്കപ്പെടുമെന്ന് വളരെ ഗൗരവത്തോടും വിനയത്തോടും സ്നേഹത്തോടും ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ തന്നെ 2-ാം അധ്യായം 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിങ്ങനെ വായിക്കുന്നല്ലോ: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നതൊക്കെയും ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമാണല്ലോ ദൈവമക്കളെ. ഇത് കരുണ ലഭിക്കുന്ന ദൈവജനത്തിന്റെ അനുഭവം അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വന്നാൽ, അതിന് മുൻപ് നമുക്കറിയാം 16-ാം വാക്യത്തിൽ 16-ാം വാക്യം നമ്മൾ നോക്കൂ: സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ, ആ പദം ശ്രദ്ധിക്കൂ, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. ദൈവത്തിന്റെ ദാസന്മാരെ നടക്കാനാ പറയുന്നത്, അല്ലാതെ കേമന്മാരെ അടിച്ചു പൊളിച്ച് എന്താ പറയാ പൂർണ്ണമായി നടക്കാൻ പാടില്ലെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലേ? അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു: എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. ഈ വാക്യങ്ങളൊക്കെ വളരെ ഗൗരവമായി കാണേണ്ട വാക്യങ്ങളാണ്. ഞാൻ അതിലേക്ക് അധികമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2 പത്രോസിന്റെ 2-ാം ലേഖനം, അതായത് പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ ദൈവജനം ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ അവിടേക്കൊന്ന് ഹിന്ദി ചെയ്തതാണ്, ഒന്നുകൂടെ നോക്കിക്കോ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. എന്ത് കൃത്യമായിട്ടാ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നോക്കിയേ. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങി നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഉണ്ടോ? ഇത് ഭയങ്കരമായിട്ട് കാണേണ്ട വിഷയമാണെന്ന് ചിന്തിച്ചു നോക്കൂ മക്കളെ. ഇത് തന്നെയാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചില്ലേ, യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തില് കള്ളപ്രവാചകന്മാരെ പറ്റിയുള്ള പരാമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭാഗം. അവിടെയും ഇതേ വാക്യം, ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജലത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ട്, അതായത് ഇപ്പൊ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പോലും പറയുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു
യേശുക്രിസ്തു എത്ര സ്ഥലത്താ പറഞ്ഞേക്കുന്നത്? മത്തായി 7:15 വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീണ്ടും 24 അധ്യായം, മത്തായി സുവിശേഷം 24 അധ്യായത്തിലും വീണ്ടും കളപ്രവാചകന്മാരെ പറ്റി കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവമായി കാണേണ്ട തിരുവചന ഭാഗങ്ങളല്ലേ ദൈവമക്കളെ? അപ്പൊ അതുകൊണ്ട് ഈ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടത് വിശ്വസിക്കാതെ തിരുവചനത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ സഹായത്തോടെ ഗ്രഹിച്ച് മനസ്സിലാക്കി അതിന്റെ സത്യങ്ങളെ ഗ്രഹിച്ച് സത്യത്തിന് വേണ്ടി നിൽപ്പാൻ സർവശക്തനായ ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഗൗരവം, നമ്മുടെ ക്രിസ്തീയ ജീവിതം നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമായി കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ ആ ഭാഗം ഓർപ്പിക്കുകയാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിന്റെ 16 വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ന്യായവിധി, ആ പദം നോക്കണേ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അടുത്ത വാക്യവും വളരെ ഗൗരവമായി കാണണം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കുക. ഇവിടെ പറയുന്ന പദം നമ്മൾ ശ്രദ്ധിക്കൂ. നീതിമാനായവൻ പോലും പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നുള്ളൂ എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകുമെന്ന് അപ്പോസ്തലനായ പത്രോസ് ചോദിക്കുന്നു. പൗലോസ് എന്നും ഈ ആശയം പോലെ ഒരു വാക്യം പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടല്ലോ. വല്ല പ്രകാരത്തിലും ആ പുനരുത്ഥാനം പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ, ഞാൻ പ്രാപിച്ചു എന്ന് നിരൂപിക്കുന്നില്ല എന്ന് പൗലോസും പറയുന്ന വാക്യം നാം ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ എല്ലാം കൃപയായി, എല്ലാം ആയി ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന വിവരക്കേടുണ്ടല്ലോ. ഈ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വരുന്ന മനുഷ്യരെ വഞ്ചിക്കുന്ന വഞ്ചകരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തിരുവചന സത്യങ്ങൾ എന്തെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവമക്കളെ നാം ശ്രമിക്കേണ്ടതല്ലയോ? വളരെ ഗൗരവമായി കാണേണ്ട വിഷയങ്ങൾ നിസ്സാരവൽക്കരിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഇവിടെ നമ്മൾ ഈ പത്രോസിന്റെ 2 ലേഖനം 2 അധ്യായത്തിന്റെ 20 വാക്യത്തിട്ട് വാക്യങ്ങൾ വായിച്ച ആ ഭാഗം ഇവിടെ വിടാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. അപ്പൊ നോക്കിക്കേ, തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തോറ്റുപോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പൊ കൃപയുടെ അവസ്ഥ എന്തുവാ ദൈവമക്കളെ? അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മെ നയിക്കട്ടെ, നമ്മെ ഭരിക്കട്ടെ. ഈ നമുക്ക് തിരുവചനത്തിൽ വളരെ ഗൗരവമായി കാണേണ്ട ഒരു ഭാഗമാണ് എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം. ആ വാക്യത്തിൽ നമുക്കറിയാവുന്നത് പോലെ അതിന്റെ എബ്രായ ലേഖനം അതിന്റെ 3 അധ്യായത്തിന്റെ 1 വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ, ഓഹരിക്കാരെ ആയിട്ടുള്ളൂ, നമ്മൾ ഇനി കിട്ടിയിട്ടില്ല നമുക്ക്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. തുടർന്നുള്ള വാക്യങ്ങളും വളരെ പ്രസക്തമാണ്. ആ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദൈവജനം വായിച്ച് ആത്മാവിൽ ധ്യാനിച്ച് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാനത് വായിച്ച് ആളുകളെ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് വായിച്ച് ധ്യാനിക്കൂ. അത് സമയം പോലെയും സൗകര്യം പോലെയും ഏകാന്തതയിൽ ഏകാഗ്രതയോടെ വായിച്ച് ധ്യാനിക്കൂ. അതിന്റെ മർമ്മങ്ങൾ തിരിച്ചറിയൂ. ആ പദം വളരെ ശ്രദ്ധേയമാണ്. കണ്ടോ, ഇവിടെ ആ 1 വാക്യത്തിന് എന്ത് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. യേശുക്രിസ്തുവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് നമ്മള്. നമ്മുടെ നായകനും ഗുരുവുമാണ് യേശുക്രിസ്തു. ആ ഗുരുവും കർത്താവുമായ നാഥനും നായകനുമായ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി
നല്ല ഇടയനായ ശ്രേഷ്ഠ ഇടയനായ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി താൻ പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ വചനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധിയിലും വേർപാടിലും നമ്മെ തന്നെ സൂക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് എല്ലാവരെയും സ്നേഹിച്ച് നമ്മെ ദ്രോഹിച്ചവരെ പോലും സ്നേഹിച്ച് അവരെയും ഉൾക്കൊണ്ട് അവരെയും കൈക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം കേൾവിക്കാരായ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നീട് കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.